ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ സെക്കൻഡ് വീഡിയോ ഓഫ് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ സീരീസ്. അപ്പം ഈ ബാക്ക് ഇട്ടേക്കുന്ന അത്തപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ആദ്യത്തെ എപ്പിസോഡ് പോയി കണ്ടേക്കും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്കീം എന്ന് വെച്ചാൽ നമ്മൾ പാലം പണിയുന്നു. അതായത് ഈ അത്തപ്പൂലോട്ട് വരാനുള്ള വഴിയിൽ ചെറിയൊരു റിവറുണ്ട്, അവിടെ ഒരു പാലം പണിയുന്നു. നമുക്ക് തുടങ്ങാം. കുറച്ച് ആടുകളെയും പശുക്കളെയും കുന്നുകളെയും, കാരണം ഇവർ കുറച്ച് ഓവറായിട്ട് നമുക്ക് ഭയങ്കര ലാഗുണ്ട്. ഓക്കെ, ആദ്യം നമുക്കിത് നമുക്ക് ഈ പിങ്കിനെ പോലെ ഉണ്ടാകും. നമുക്ക് ആദ്യം ആ മഞ്ഞിനെ പോലെ എങ്ങനെ ഇരിക്കുന്നു? അടിപൊളി. ഇനിയിപ്പോൾ നമുക്ക് എല്ലാത്തിനും പോലെ ശരി പോലെ ഓക്കെ. അതിന് ആടുകളെല്ലാം കൊന്നു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ സ്പ്രൂസ് വുഡ് തപ്പിപ്പോൾ ഇടയ്ക്ക് ഒന്ന് ട്രാവൽ ചെയ്തപ്പോൾ കഴിഞ്ഞ് നമ്മളൊരു സ്പ്രൂസിൻ്റെ ഫോറസ്റ്റ് ഉണ്ടാകും, അത് നോക്കിയപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞതുകൊണ്ട് ആ ഒരു മലയിലാണ് കണ്ടത്. നമുക്കിങ്ങനെ നേരെ അതിൻ്റെ മണ്ടയിലോട്ട് നമുക്ക് പയ്യെ സ്പീഡ് ചാടി നമുക്ക് എത്താം. ഓക്കെ ഓക്കെ ഞാൻ എന്താ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പൗഡർ സ്നോ ഉണ്ട്. അതാണ് നമുക്കൊരു വേറെ സ്കീമുണ്ട്. നമുക്ക് നൈസ് ഈ മണ്ണ് വെച്ച് നമുക്ക് ഒരു ബ്രിഡ്ജ് പോലെ മണ്ടേ കയറിയിട്ട് അത് ഈ സൈഡിൽ പോയിട്ട് നേരെ മരത്തിൻ്റെ മണ്ടേ കയറാം. നമ്മളടുത്താണ് കളി. എന്നൊക്കെ എന്ത് വിചാരിച്ച് ഇതൊക്കെ നമ്മൾ എത്ര കണ്ടേക്കുന്നല്ലേ. ഇങ്ങനെ നേരെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ചാടിപ്പോ. എനിക്കൊന്നും ഇവിടെ ഇഷ്യൂ ഇല്ലെന്ന് തോന്നുന്നു. അടിപൊളി. തുറ എൻ്റെ അല്ലോ, ഇത് തുറക്കുന്നില്ലല്ലോ ദേവ. ഇത് എങ്ങോട്ടാണ് വഴി? ഓക്കെ, ആകാശം കണ്ടെങ്കിൽ നേരെ ഇതിൽ തന്നെ പോവാം. എത്തി എത്തുന്നില്ലല്ലോ. എത്തി പെട്ടെന്ന് വാത്തി പോടേ ഒന്ന്. ഇങ്ങനെ എത്തി. എൻ്റെ മോനെ ഇതെന്തുവാടേ, ഒരു വഴിയില്ല. ഇനി ലാസ്റ്റ് ഒരു വഴിയേ ഉള്ളൂ. എങ്ങനെയെങ്കിലും കയറാൻ പോകുന്നു. അതിന് അവസാനം എങ്ങനെയൊക്കെ എൻ്റെ ചോദിക്കല് ചാടിയും പറന്നും എന്തൊക്കെയോ ചെയ്തിനെ അതിൻ്റെ മണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വുഡൻ എടുക്കാം. അങ്ങനെ വുഡെല്ലാം വെട്ടിയെടുത്ത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ വെട്ടി ഇതിൻ്റെ തൈ കിട്ടി. ഇങ്ങനെ നമുക്ക് തൈ എടുക്കാം. അതിന് മുന്നേ ഇതെല്ലാം കളയട്ടെ. ഇതിലേതാണ് പൗഡർ സ്നോ എന്ന് അറിഞ്ഞൂടെ. ഇതിൻ്റെ അടിയിൽ പോയാൽ നേരെ ചിലപ്പോൾ അങ്ങ് അടിയിൽ കുഴി ഉണ്ടാകുന്നൊന്നും അറിഞ്ഞൂടാ. ഓക്കെ, ഇതെടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ചട്ടയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പോവാം. എന്തായാലും വീട്ടിൽ പോണ വഴിയിൽ വില്ലേജ്, നമ്മളിവിടെ ഒരു വില്ലേജ് ഉണ്ടല്ലോ. നമുക്ക് ഇത് കയറിയിട്ട് 2 വില്ലേജ് തന്നെ കൂടി അങ്ങ് ചൂണ്ടിയെടുക്കാം അല്ലേ. പോവാം. അതെന്നത്തെ ചാതനം? ഓക്കെ, ഇതിന് കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇവന്മാരിൽ നിന്ന് ഷെയർ എടുത്തായിരുന്നു, മീൻസ് വൂളെടുത്തായിരുന്നു. ഇനിയിപ്പം വളർന്നില്ലെന്നാണ് പാവം. ഓക്കെ, അതിനാ ഓക്കെ വില്ലേജ് തന്നെ കണ്ടു. ഇവന്മാർക്ക് കണ്ണ് വളർന്നില്ലേ? കുഴപ്പമില്ല, നമുക്കെന്നാൽ ഈ കണ്ണുകൂട്ടനെ കൊണ്ടുപോവാം. മറ്റവ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. എവിടെ പോയി? ഇവിടെ ഉണ്ടാകുന്ന എടാ ബാ. ഓക്കെ, കപ്പ കയറി, ബോട്ടിൽ കയറി. കയറി നല്ല കുട്ടി. ഇനി നമുക്ക് രണ്ടാമത്തവനെ പോയി തൂക്കാം. എടാ ഓക്കെ, രണ്ടാമത്തവനെയും കിട്ടി. നീയും കയറിക്കോ. ഹോയ്, അവനും കയറി. ഇവനും കണ്ണോട്ടം തന്നെ. ഓക്കെ, നമുക്ക് ഇനി ഇവന്മാരെ നേരെ കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാം. ഇവിടെ നിന്ന് തൂക്കി അങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അങ്ങനെ ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇനി ഇവന്മാരെ ഇവിടെ ആക്കി വയ്ക്കാം. ഓക്കെ, ഇതാണ് കണ്ണുപൊട്ടൻ 1, ഇത് കണ്ണുപൊട്ടൻ 2. അങ്ങനെ 2 കണ്ണുപൊട്ടന്മാരെയും കൊണ്ടുവന്നു. ഇങ്ങനെ നമുക്ക് നമ്മുടെ പണിയിലോടാം. പാലം, അതിന് വേണ്ടി തടി വേണം. തടിയെടുക്കുക നമുക്കിപ്പോൾ. നമ്മൾ മരം വെട്ടാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങാം. അത് സമയം വേസ്റ്റ് ആകുന്നില്ല. ഓക്കെ, നമ്മുടെ ചെറിയ ബ്ലൗസ് അല്ലേ, ഇവിടെ നിന്നൊക്കെ കാണാം. ഓക്കെ, ഇനി മരം വെട്ടി തുടങ്ങാം. അപ്പം ഒരു ചെറിയൊരു മൊണ്ടാജ്. ഓക്കെ, അങ്ങനെ മരം വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ പാലത്തിൻ്റെ അവിടെ പോകാം. ഇതാണ് നമ്മുടെ പഴയ പാലം. നമുക്കിത് ഇവനെ അങ്ങ് തട്ടിക്കളഞ്ഞിട്ട് ഇവിടെ നമുക്കൊരു അടിപൊളി കിണ്ണം കഴിച്ച് പുതിയൊരു പാലം ഉണ്ടാക്കാം. അപ്പോൾ തുടങ്ങാം നമുക്ക്.
ഓക്കെ, അങ്ങനെ പാലമെല്ലാം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്, കഴിയും. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ പയ്യെ പയ്യെ ഓരോന്നും നിരത്തി വയ്ക്കുക. ആദ്യം ഈ പുല്ലുകളെല്ലാം ഇങ്ങനെ പെട്ടെന്ന് വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് നിരത്തി വയ്ക്കാം. ഓക്കെ, അതെല്ലാം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് സ്ലാബുകളുണ്ടാകാം. ഓക്കെ, എൻ്റെ സ്പീഡ് കണ്ട് ആരും നെട്ടണ്ട, അത് ആദ്യത്തെ ആയതുകൊണ്ട്. പക്ഷേ ഞാൻ ഇതിന് സാധാരണ തന്നെ ഒരു സ്പീഡാണ്, കുഴപ്പമില്ല. ഞാൻ ഒരു 5-6 എപ്പിസോഡൊക്കെ കഴിയപ്പോൾ ഞാൻ മറ്റേ മിന്നൽ മുരളി പോലെ ചാ എല്ലാം സെറ്റാവും. ഓക്കെ, നമുക്കിനി പാലപ്പണി തുടങ്ങാം. എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നേരെ പമ്പ് നിൽക്കുന്നില്ല, അങ്ങോട്ട് പോകണം. നമുക്ക് ഡയഗണൽ പിടിക്കാം. ഓക്കെ, തുടങ്ങാം. വച്ച് വരാം പയ്യെ. ഓക്കെ, വച്ചു. ഇത് ഞാൻ നേരെ പോലൊരു പാലം ഉണ്ടാക്കിയില്ല, അപ്പോൾ ഡയഗണൽ പിടിക്കുന്നു. ഇങ്ങനെയൊക്കെ ഇതാ ഇപ്പോൾ ഒരു ഡയഗണൽ പോലെയൊക്കെ വരുന്നുണ്ട്. ഇതെങ്ങനെയാണെന്നൊന്നും ചോദിക്കില്ല, എനിക്കും അറിയത്തില്ല. എങ്ങനെയൊക്കെയോ എന്തൊക്കെ ചെയ്തിട്ട് ഏതൊക്കെ നെക്ക് വഴി ആവുന്നുണ്ട്. പിന്നെ ഞാൻ എന്തോ നല്ല സ്കില്ലായതുകൊണ്ട് അവിടെ നിന്ന് വന്ന് എത്തൂല, അതുകൊണ്ട് നമുക്ക് പിറകിൽ നിന്ന് തുടങ്ങാം. ഇല്ലെങ്കിൽ ഡയഗണൽ വരപ്പോൾ അത് അപ്പുറത്തെ വിളയിൽ വല്ലതായിരിക്കും പോയി ചെല്ലുന്നത്. നമുക്കിനി ബാക്കിൽ നിന്ന് തുടങ്ങാം, അതാണ് നല്ലത്. ഇങ്ങനെ ഒരു 10-20 മിനിറ്റിന് ശേഷം എങ്ങനെയൊക്കെ രണ്ടും കൂടി ഒന്നിപ്പിച്ചിട്ട് ഉണ്ട്. ഓക്കെ, ഇതാര് നമ്മൾ തണ്ടി എത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വണ്ടിയിൽ വല്ല നല്ലത് കാണും, നോക്കാം. ചെക്ക എന്തെങ്കിലും കിടില സാധനം കൊണ്ടുവന്ന അവിടെ പയ്യെ നീന്തി വരട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഈ ബാക്കിയും കൂടി ഒന്ന് കറക്റ്റ് ഷേപ്പ് ചെയ്യാം, ലെവലാക്കാം. ഓക്കെ, കയർ എത്തി. അയ്യേ, എന്തിനാണ് പെയിലോക്കിൻ്റെ ഉണക്കത്തടി, അതിൻ്റെ കാക്ടസ് പൂവ്, അതിൻ്റെ ഹോർണി കോറൽ, ഹോർണയല്ല ഹോർണ്, മഞ്ഞ കോറൽ, കാക്ടസ്, ഈ വൃത്തിയായിട്ട സാധനമാണ് ഈ അലവലാതി കൊണ്ടുവന്ന തെണ്ടി. പിന്നെ വേണ്ട, നീ ചാവ്. ഇല്ലടാ, എവിടെ പോണ്? ഇതാര് പിറകിന്ന് വെച്ചാ നീയാണോ പിറകിന്ന് വെച്ചാ? പോടാ, നിന്നെയും കൊടുത്തു. നില്ലടാ പറഞ്ഞു, നില്ലടാ. ഇത് സാധനമാണ്, നീ വെള്ളത്തിൽ ചെയ്യുന്നതിന് അടിക്കില്ലെന്ന് വെച്ചാൽ നിന്നെ എന്തൊക്കെ. ഓക്കെ, തീർന്നു. അല്ല പിന്നെ ഒരു ഗുണമില്ല. അല്ല, എന്നാലും ഒരു ഗുണമില്ലെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് 2 ലീഡ് കിട്ടി. ഇത് വെച്ച് ഇനി എന്തെങ്കിലും യൂസ് വരുമല്ലോ. ഓക്കെ, നമുക്കിനി നമ്മുടെ പണി തുടങ്ങാം. അപ്പോൾ നമുക്കിനി അടുത്ത് സ്റ്റോൺ വെച്ച് നമുക്ക് പില്ലേഴ്സ് ഉണ്ടാക്കാം. നമ്മുടെ ബ്രിഡ്ജിന് സപ്പോർട്ട് വേണമല്ലോ, അതിന് സ്റ്റോൺ പില്ലേഴ്സ് തന്നെ കൊടുക്കാം. അല്ല, ഉറപ്പായിട്ട് ഇരിക്കട്ടെ അവിടെ. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്റ്റോൺ പില്ലേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഫെൻസ് വെച്ച് വയ്ക്കാം. ഓക്കെ, ചാട് വൈ. ഇതിൻ്റെ മണ്ടയൊന്നും വയ്ക്കാൻ പറ്റില്ല. ഇനി പയ്യെ തറയിൽ നിന്ന് തന്നെ ഓരോന്നോരോന്ന് വെച്ച് പോവാം. എന്നുവെച്ചാൽ മണ്ടയൊന്നും ചാടി വയ്ക്കാൻ പറ്റുന്നു. ഓക്കെ, അങ്ങനെ ഫെൻസ് വെച്ചിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ മണ്ടയിൽ ഓരോന്നോരോന്ന് വയ്ക്കാം. പൊയിച്ചിട്ട് പോയി. ചാട് വൈ, അടുത്ത് പോയി. പിന്നെയും പോയാ. ഓക്കെ, അടുത്ത് മണ്ടേ പോയി. ഓക്കെ, അതിനാ ഫെൻസ് വെച്ചു. ഇനി അടുത്ത് നമുക്ക് സ്ലാബ് വെച്ച് പോവാം. സ്ലാബിൻ്റെ റൂഫ് ആണെങ്കിൽ നമുക്ക് സ്ലാബ് ഇങ്ങനെ ടക്കനെ വെച്ച് പോവാം. ഇവിടെ നിന്ന് തുടങ്ങി അങ്ങറ്റം വരെ പോകും. ഓക്കെ, അങ്ങനെ ഒരറ്റ ഏറെക്കുറെ തീരാറായിട്ടുണ്ട്. ഇത് ഒന്നും കൂടി വെച്ചാൽ ഈ ഒരറ്റം തീരും. ഇനി നമുക്ക് ഓക്കെ, അതിന് ഈ ഒരറ്റം തീർന്നിട്ടുണ്ട്. ഇനി അടുത്തറ്റം ഇത് കുറച്ച് കൂടിപ്പോയി. നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇടാം. ഒന്നെങ്കിൽ കുറയും അല്ലെങ്കിൽ കൂടും, അല്ലാണ്ട് കറക്റ്റ് നിൽക്കത്തില്ല. എന്ത് ചെയ്യാൻ? ഓക്കെ, അങ്ങനെ പാലം അറൗണ്ട് ഒരു 50% ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് വയ്ക്കാം. കാരണം ഇതിൻ്റെ ഇടയിൽ ലീഫ് വയ്ക്കാം. വേണ്ടേ ആദ്യം ഈ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്ത് പോയിട്ട് നമുക്ക് അവസാനം ഓരോ റാൻഡമായി നോക്കിയിട്ട് ക്യാമ്പ് ഫയർ അവിടെ നമുക്ക് അടിച്ച് പൊളിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ ലീഫ് വയ്ക്കാം. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, ഈ വച്ചെല്ലാം തീയാണ് കിട്ടും. അവസാനം ഇത് ഭയങ്കര അന്യം ശബ്ദമാണ്. ഇല്ലെങ്കിൽ ഇതുള്ള തടിയെല്ലാം കത്തിപ്പോണെങ്കിൽ വെറുതെ ഉള്ള പാല് മുക്കിയ തടിയിലാണ് ഇരിക്കുന്നത്. നമുക്ക് ലൈറ്റായിട്ട് ലാൻറ്റേൺസ് വയ്ക്കാം. കാരണം ഈ ഒരു പാലത്തിന് ലാൻറ്റേണാണ് നല്ലത്. അല്ലാണ്ട് മറ്റേ ചൂട്ട് വെച്ചുള്ള തീ വെച്ചിട്ട് ഒരു കാര്യമില്ല, ഒരു ഗുണമില്ല. അതിൻ്റെ ലുക്കേ പോവും. നമുക്ക് ലാൻറ്റേൺസ് വയ്ക്കാം. ഓക്കെ, ലാൻറ്റേൺസ് കഴിഞ്ഞു. അടുത്ത് നമുക്ക് ഇത് ഓരോന്ന് പൊട്ടിച്ചിട്ട് ഇലകൾ വെച്ച് കൊടുക്കാം. ഇല അപ്പം കംപ്ലീറ്റ്ലി ഗ്രീനറി ആവും. ആ ഒരു എസ്തറ്റിക് ലുക്കും ആവും, ഒരു മെഡിവൽ ലുക്ക്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ടക്കനെ നമുക്ക് റൂഫിൽ നിന്നൊക്കെ ഓരോ ഇല വയ്ക്കാം. മീൻസ് റൂഫിൽ നിന്ന് ഇങ്ങനെ ഇതിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ ഓവർഗ്രൗണ്ടായിട്ട് വളർന്നു വരുന്നു. ആദ്യം നമുക്ക് റൂഫ് സെറ്റ് ചെയ്യാം, എന്നിട്ട് താഴെ പിന്നീട് ഇറക്കാം. ഓക്കെ, ഓരോന്ന് വയ്ക്കാം. ഇനി നമുക്ക് താഴോട്ട് വെച്ച് തുടങ്ങാം. ആയിട്ട് വരട്ടെ.
ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി ഒരേ ഷേപ്പല്ല, ഇങ്ങനെ റൈറ്റ് ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ട് അതിന് തോന്നിയ പോലെ ഇങ്ങനെ പടർന്നു പോകില്ലേ, അതുപോലെ പടർത്തി വിടാം. ഓക്കെ, ഇത് ഇപ്പം മണ്ടലിലേക്കാണ്. നമുക്ക് ഈ വേറി നിൽക്കുന്ന മാറ്റം നമുക്ക് ഇതിൻ്റെ അടിയിൽ സ്ലാബ് വെച്ച് കൊടുക്കാം. അപ്പം ഇതൊരുമാതിരി അതിൻ്റെ കൂടെ വരും, മറ്റില്ലെങ്കിൽ ഏറി നിൽക്കുന്ന പോലെ വൃത്തിയിടാവും. ഇതെന്തൊരു ഓക്കെ. ഓക്കെ, അങ്ങനെ നമ്മൾ ഏറെക്കുറെ തീരാറായി. ലീഫ് വെച്ച് ഓക്കെ വയ്ക്കൂ. അങ്ങനെ ലാസ്റ്റത്തെ ലീഫ് വെച്ച് തീർന്നിട്ടുണ്ട്. ഇങ്ങനെ ഇത് വെച്ചപ്പോൾ നമുക്ക് പാളത്തിൻ്റെ അവിടെ നമുക്ക് കുറച്ച് ബാരൽസും കൂടി വയ്ക്കാം. ബാരലും കൂടി വരപ്പോൾ അല്ലേ അത് കംപ്ലീറ്റ് ആവും. മറ്റേ അല്ലെങ്കിൽ എന്തോ ഒരു മിസ്സിങ് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് നമുക്ക് കൊണ്ട് ബാരൽസ് വയ്ക്കാം. അങ്ങനെ നമുക്ക് ടക്കനതാ ഇവിടെ കൊണ്ട് ബാരൽ ഓരോന്ന് വെച്ച് തുടങ്ങാം. അങ്ങനെ ബാരൽ വെച്ച് അവിടെ വെച്ച് 1 2 തങ്ങി ഇവിടെ 3 വയ്ക്കാം. അല്ല, അവിടെ എന്തിനായിരിക്കും, എന്തായാലും ആരും കാണാൻ പോണില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, അതിനങ്ങ് പൊട്ടിച്ചിട്ട് അതിൻ്റെ മണ്ട വയ്ക്കുക. ആരറിയാൻ പോണ്. ഓക്കെ, അങ്ങനെ നമുക്ക് അവിടെ വെച്ചിട്ട് ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ 2 സൈഡിൽ വയ്ക്കാം. അടുത്ത് 1 എടുത്തതാ ഇപ്പുറത്തും വയ്ക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പാലം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഉണ്ടല്ലോ, ഇങ്ങനെയുണ്ട്. നമുക്ക് ചാടി പോവാം. അടിപൊളിയല്ലേ നമ്മുടെ പാലം? അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മളെ പാലം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എങ്ങനെ നോക്കാം, ഒന്ന് നോട്ടെ എങ്ങനെയുണ്ട്. അടിപൊളിയല്ലേ? നമുക്ക് പല ആംഗിളിൽ നിന്ന് പാലം കണ്ടാലോ? ഓക്കെ, അങ്ങനെ പല ആംഗിളിൽ നിന്ന് നമ്മൾ പാലം കണ്ടല്ലോ. ഇനി നമുക്കൊന്ന് മൈനിങ്ങിന് പോയിട്ട് വരാം എന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചതാണ്. ഞാൻ അത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു എൻഡിങ്ങിലെത്തി തീർന്ന്. ഓക്കെ, അങ്ങനെ ആ ചൂട്ടും കൊണ്ട് ഞാൻ അവിടെ വന്നപ്പോഴാണ് കണ്ട ഒരുത്തൻ ആസ്തി കൂടെ ഉണ്ടെങ്കിൽ തിളങ്ങുന്ന ബോയും കൊണ്ടുവരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഓടി. ഇവനാണെങ്കിൽ എന്നെ അതിൻ്റെ ഒരു മൂലയെ കൊണ്ട് ഒതുക്കി ചെയ്ത് അവിടെ എനിക്ക് എൻ്റെ ലൈഫ് ഹാഫ് പോയി. ഞാൻ പാനിക്കോയി, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെ വന്നിട്ട് ഞാൻ അവനെ ഒരു വെട്ടടിച്ചിട്ട് ഞാൻ ഒറ്റ ഓട്ടം, ഒന്നും നോക്കില്ല, തിരിഞ്ഞോടി പിറകുന്ന അടി തീർന്നു. ഓക്കെ, അതിനെ പറയേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മുടെ ഈ അത്തപ്പൂ എല്ലാം പോയിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത വർഷം തൂക്കാം. ഓക്കെ, ഇനി എന്തായാലും പുതിയ വേൾഡായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്തോ. ബൈ ഗെയിമേഴ്സ്.